P.C. Chacko. I am the working president of the Nationalist Congress Party. And with me, Mr. Advocate Satish Kumar, who is the All India Secretary of the NCP, and also Mr. Thonnakal Satish, he is the State Secretary of the Kerala NCP. And today we have all, we can say elected, but we have nominated Mr. Ramesh as the coordinator of our new party NCP. We have had representatives from more than a dozen districts of Tamil Nadu, and we met here today and we have decided to start the NCP work seriously in Tamil Nadu. In Tamil Nadu, NCP was present but not very seriously. But we are going to have NCP committees in the state level, in all the district level, and in all the 234 block committees, our parties will be functioning. So in the 2026 election in Tamil Nadu, NCP will be a political factor. We are starting our work here. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ രമേശ് അതിൻ്റെ കോർഡിനേറ്ററാണ്. ഞങ്ങൾ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും 234 നിയോജകമണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലും പാർട്ടിയുടെ പ്രവർത്തനം സജീവമായി ആരംഭിക്കുകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് 2026 തമിഴ്നാട്ടിൽ. ആ തെരഞ്ഞെടുപ്പിൽ NCP ഒരു രാഷ്ട്രീയ ഘടകമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുകയാണ്. ശ്രീ ശരത് പവാർ നയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനം, ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ അംഗസംഖ്യ കൊണ്ട് മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന BJP വിരുദ്ധ മുന്നണിയുടെ കോർഡിനേഷൻ, അതിൻ്റെ തുടക്കം, അതിൻ്റെ സംഘാടനം എല്ലാം നടത്തുന്നത് ശ്രീ ശരത് പവാറാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡർ ശ്രീ ശരത് പവാറാണ്. അദ്ദേഹമാണ് ഇന്ത്യ മുന്നണിയുടെ ശില്പി എന്ന് പറയാവുന്നത്. അദ്ദേഹം നയിക്കുന്ന പാർട്ടിയാണ് NCP. ആ പാർട്ടി ഇപ്പം മഹാരാഷ്ട്രയിലൊക്കെ തന്നെ 10 സീറ്റിൽ മത്സരിച്ചു, 8 സീറ്റിലും ജയിച്ചു. അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു ഒക്ടോബറിൽ. മഹാരാഷ്ട്രയിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടി വിജയത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ശ്രീ പവാർ നയിക്കുന്ന പാർട്ടിയുടെ തമിഴ്നാട് ഘടകമായി ശക്തിയായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂരിൽ കുറിച്ചത്. തമിഴ്നാട്ടിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നും ആളുകൾ they are joining NCP. That is the reason I came here. തമിഴ്നാട്ടിലെ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ആളുകൾ NCPയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അത് ഒരു നാഷണൽ പാർട്ടിയായിരിക്കുക, തമിഴ്നാടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഒരു ദേശീയ പാർട്ടി കൂടെ ആയിരിക്കുക എന്ന വിശ്വാസത്തോടു കൂടി എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് NCP ഇവിടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിലെ ഒരു കമ്മിറ്റി ഇപ്പോൾ കമ്മിറ്റി റീസെൻ്റ്ലി ഒരു ചേഞ്ച് വന്നിട്ട് ഇപ്പോൾ കലൈവാണി പാർട്ടിയുടെ വനിതാ വിഭാഗം തലവിയായിരുന്നു. അവരിപ്പോൾ ചാർജാണ്, പ്രസിഡന്റ് ഇൻ ചാർജ് ഈസ് കലൈവാണി. ബട്ട് ദാറ്റ് വിൽ അണ്ടർഗോ സം ചേഞ്ചസ്. We are starting from here. We will have a similar convention in other parts of the state also. Then all the people will get together and form a new committee. ഇപ്പോൾ കലൈവാണിയാണ് സംസ്ഥാന കമ്മിറ്റി. 2026 തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വി സപ്പോർട്ടഡ് DMK. DMK is the party now fighting for the development and interest of Tamil Nadu. അതുകൊണ്ട് DMK ആണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൽ. അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരു വിജയിക്കുമെന്നുറപ്പുള്ള ഒരു മുന്നണിയുടെ ഭാഗം തന്നെയായിരിക്കും NCP.
കക്ഷി ഏതോ 1-2 സീറ്റ് കേൾപ്പിക്കാം ഒന്നോ രണ്ടോ സീറ്റ് എന്നുള്ളതല്ല. We will have presence in all the 234 constituencies. Election time அந்த டைமில் മാത്രമേ ഞങ്ങൾ ശക്തി എപ്പടി ഇരിക്കുമെന്ന് தெரியும். இப்போ தெரியாது. ഇത് ഒരു ബിഗിനിങ്. ഇത് ഓൺലി എ ബിഗിനിങ്. ഇത് 2026 എത്ര ജില്ലയിലിരിക്കെ, എത്ര ബ്ലോക്കിലിരിക്കെ, എന്ന മാതിരി ഇരിക്കും എന്നുള്ള ശരിയായ ഒരു ഫോഴ്സ് എന്തെന്നുള്ളതാണ്. കോൺഗ്രസ് കക്ഷിയിൽ നിങ്ങൾക്ക് தெரியும், കോൺഗ്രസ് കക്ഷിയിൽ 50 ആണ്ടുകൾക്ക് മീതെ ജയിച്ചത് DMK അലയൻസിലും തന്നെ. അലയൻസ് ഇല്ലാமல் കോൺഗ്രസ് ഒന്നുമേ അല്ല. തമിഴ്നാട്ടിലെ കോൺഗ്രസ് കാമരാജ് ടൈമിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് അത് താൻ പെരിയ കോൺഗ്രസ്. അതുക്ക് മേൽ മോർ ദാൻ 60 years കോൺഗ്രസ് സീറോ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും ജയിക്കാൻ കഴിയില്ല. അലയൻസിലെ മാത്രം ജയിക്കാൻ കഴിയും. അതിനാലെ കോൺഗ്രസ് ഇമ്പോർട്ടൻ്റ് അല്ല. ലാർജ് നമ്പർ ഓഫ് കോൺഗ്രസ് വർക്കേഴ്സ് ആർ കമ്മിങ് ഫോർ us. காங்கிரஸ் கட்சியிலேருந்து இங்கே வந்து நிர்வாகிகள் அந்த மாதிரிலாம் வராங்க சார்? வராங்க. என்கொயரிஸ் அந்த மாதிரி ஏற்கா போஸ்டிங் many people, office bearers, workers, they are all coming. They are asking for, they are contacting Mr. Ramesh and our people, and they are also joining us. Thank you very much.